ഇരുവശത്തും പച്ചപ്പുല്ല് നിറഞ്ഞ ഒരു വയൽ ഉണ്ടായിരുന്നു. അവിടെ അതിന് നടുവിലായി ഒരു കഴുത ജീവിച്ചിരുന്നു. കഴുത ഇടയ്ക്കൊക്കെ വലതുവശത്തേക്ക് നോക്കി അവിടെയുള്ള പുല്ല് നല്ലതാണെന്ന് ചിന്തിക്കും. അതുപോലെ തന്നെ ഇടതുവശത്ത് നോക്കി അവിടെയുള്ള പുല്ലും നല്ലതാണെന്ന് ചിന്തിക്കും. എന്നിട്ട് പറയും, ഇനിയും സമയമുണ്ടല്ലോ, പിന്നീട് ഭക്ഷണമാക്കാം. അങ്ങനെ സമയം കടന്നുപോയി. ഒടുവിൽ വേനൽക്കാലമായി. വയലാകെ വറ്റി വരണ്ടു, പുല്ലൊക്കെ കരിഞ്ഞുപോയി. അപ്പോഴാണ് കഴുതയ്ക്ക് ബോധ്യം വന്നത്, ഇനി ഒന്നും ബാക്കിയില്ല. പിന്നീടേറെക്കാലം ആ കഴുതയ്ക്ക് വയറു നിറയെ ഭക്ഷണം ലഭിച്ചില്ല. ഇത് കഴുതയുടെ മാത്രം കഥയല്ല, നമ്മളിൽ പലരുടെയും കഥയാണ്. നമുക്കും പലവിധ സ്വപ്നങ്ങളുണ്ടാകും, സമയമുണ്ടാകും, അവസരങ്ങളും ഉണ്ടാകും. എന്നാലും നമ്മൾ തുടങ്ങില്ല. കാരണം നമ്മുടെ ചിന്ത ഇങ്ങനെയായിരിക്കും, ഇനിയും ധാരാളം സമയമുണ്ട്. പക്ഷേ സമയം കടന്നു പോകും. നമ്മുടെ പ്രായം കൂടി വരും, ബാധ്യതകളും കൂടി വരും. അപ്പോൾ സ്വപ്നങ്ങൾ പിന്നോട്ട് പോകും. അതുകൊണ്ട് ആരോഗ്യവും ഊർജവുമുള്ള ഇപ്പോഴാണ് ഏറ്റവും നല്ല സമയം എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വൈദഗ്ധ്യം മനസ്സിലാക്കി അതിൽ കൂടുതൽ മെച്ചപ്പെടാൻ ശ്രമിക്കുക. ഓർത്തു വെക്കാം, പിന്നീട് എന്നുള്ളത് ജീവിതത്തിൽ ഒരിക്കലും വന്നു ചേരില്ല.